Hi, എല്ലാവർക്കും നമസ്കാരം ആൻഡ് റെക്കോർഡ് ഹൈവിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയൊരു സ്മാർട്ട് വാച്ചാണ്. ഇതിൻ്റെ പേര് സാംസങ് വാച്ച് ആക്റ്റീവ് എന്നാണ്. സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ ഒരു സ്മാർട്ട് വാച്ചാണ് സാംസങ് വാച്ച് ആക്റ്റീവ്. ഇതിനു മുമ്പ് സാംസങ്ങിൻ്റെ S3 ഗിയർ ആൻഡ് ഫ്രണ്ട് ഗിയർ ഇതെല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തന്നെ വലിയൊരു ട്രെൻഡ് തന്നെയായിരുന്നു. അപ്പോൾ ഇവരുടെ ഏറ്റവും പുതിയൊരു മോഡലാണ് സാംസങ് വാച്ച് ആക്റ്റീവ്. ഇതിൻ്റെ ഡിസൈൻ, ഫീച്ചേഴ്സ്, പ്രൈസ് ആൻഡ് അവൈലബിലിറ്റി ഇതിനെല്ലാം കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഈ ഒരു ഇൻട്രോ ആവാം. സോ ഇതാണ് നമ്മളുടെ സാംസങ് വാച്ച് ആക്റ്റീവ്. ഇവരുടെ പാക്കേജിങ് ഭയങ്കര ഒരു സൂപ്പർ പാക്കേജിംഗ് ആണ്. സാംസങ് S3നെ കുറിച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു പ്ലസൻറ്റ് ഒരു ഫീലിംഗ് നൽകുന്ന ഒരു പാക്കേജിംഗ് ആണ് ഇവരുടെ. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം കുറച്ച് കൂടുതലാണ്. പക്ഷേ എന്നാലും നമ്മൾ കൊടുക്കുന്ന ഒരു പൈസയ്ക്കുള്ളൊരു മൂല്യം നമ്മൾ ഈ വാച്ചിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഐ വാച്ചിനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ബെറ്ററാണ് ഇവരുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ. ഏതാണ്ട് ഡിസൈൻ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഉണ്ടാവും. സ്റ്റിൽ I feel a little better than iWatch and cost also very comfortable. So ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡിലും iOSലും സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഒരു AMOLED ഡിസ്പ്ലേ ആണ്. 360 ഡിസ്പ്ലേ ഉണ്ട്. അതുപോലെ നമുക്ക് വർക്കൗട്ടും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ്. പിന്നെ വേറൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല കടകളിലും പോവുകയാണെങ്കിൽ പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം ജസ്റ്റ് വാച്ച് കൊണ്ട് ഒരു ടച്ച് മാത്രം മതി. നിങ്ങൾ ഫോൺ എടുക്കേണ്ടെന്നില്ല, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ GPS നാവിഗേഷൻ, പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കലി 90 hours വരെ നിങ്ങൾക്ക് കിട്ടും. അതൊരു റിയലി ഒരു ഗുഡ് തിങ് ആണ്. ഒരു 3 ദിവസം വരെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ഒരു വാച്ച്. സ്റ്റാൻഡ് ബൈ മോഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ഒരു കീട് സംഭവം അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. ഇനി ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സാംസങ്ങിൻ്റെ ഗാലക്സി വാച്ച് ആപ്പ് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് iOSൽ ആൻഡ്രോയിഡിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻഡ് മൈ വാച്ച് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങളത് കണക്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റും. സ്ട്രെസ്. അതുപോലെ തന്നെ വേറൊരു ഫീച്ചറാണ് ഇതിൻ്റെ വെയിറ്റ്. ഒരു 25 ഗ്രാം മാത്രമേ ഇതിൻ്റെ വെയിറ്റ് ചെയ്യുന്നുള്ളൂ. വിത്തൗട്ട് സ്ട്രാപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഡയമെൻഷനും ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, ഒരു iWatch ലുക്കിലാണ് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ വേറൊരു സവിശേഷത വയർലെസ് ചാർജിങ് ആണ്. പെട്ടെന്ന് തന്നെ വയർലെസ് ചാർജിങ് കംപ്ലീറ്റ് ആവും. നമുക്കൊരു എന്താ പറയുക, മാക്സിമം നമ്മൾ GPS എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു മാക്സിമം ഞാൻ എൻ്റെ യൂസ് വെച്ചിട്ടൊരു 8 hours വരെ മാക്സിമം ചാർജ് ബാക്കപ്പ് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കളറാണ് പറയേണ്ടത്. ഇത് അവൈലബിൾ ആയിട്ടുള്ള കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ഉണ്ട്, സിൽവർ ഉണ്ട്, റോസ് ഗോൾഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. സോ ഒരു വുമൺ ആണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു പ്രിഫർ ചെയ്യുന്ന കളർ റോസ് ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ ആയിരിക്കും. മെൻസിന് കൂടുതൽ ചേരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കളേഴ്സ് ആയിരിക്കും. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സവിശേഷത ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഒരു പ്രോപ്പർ ഗൊറില്ല ഗ്ലാസ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സ്ക്രീൻ നമുക്ക് പല രീതിയിൽ മാറ്റാം. ഇപ്പം നമ്മളൊരു ഓർഡിനറി വാച്ചിൻ്റെ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു സ്റ്റേബിൾ ഒരു സ്ക്രീൻ ആയിരിക്കും. നമുക്ക് മാറ്റാനോ തിരിച്ചാനോ പറ്റില്ല. ഇത് നമ്മൾ ഫോൺ വഴി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേസ് മാറ്റാൻ പറ്റും. ഇപ്പം നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീനിൽ മാറ്റാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കുറേ ഡിസ്പ്ലേസ് നമുക്ക് ഇതുപോലെ ആപ്പ് വഴി ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് നമ്മൾക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഡെയിലി കാര്യങ്ങൾ, നമ്മൾ സൈക്കിൾ ചവിട്ടുന്നതോ നമ്മൾ സ്വിം ചെയ്യുന്നതോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാം. സ്വിമ്മിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതൊരു വാട്ടർ പ്രൂഫ് വാച്ചാണ്. സോ വെള്ളം തട്ടും കേടാവും എന്നുള്ളൊരു വറി ആവേണ്ട ആവശ്യമില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരുവിധം എല്ലാ ആപ്പും സിങ്ക്ഡ് ആണ്. ഇപ്പോൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിഫൈ ആപ്പ് ആണെങ്കിൽ സ്പോട്ടിഫൈ ആപ്പ്, അല്ലെങ്കിൽ മ്യൂസിക് ആപ്പ് ആണെങ്കിൽ അങ്ങനെ കുറേ ആപ്പ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് GPS നാവിഗേഷൻ അങ്ങനെ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യാം. GPS ഓൾറെഡി എംബഡഡ് ആണ്. വേറൊരു കുഞ്ഞ് ഡിഫക്റ്റ് ഞാൻ നോട്ട് ചെയ്തത്, GPS യൂസ് ചെയ്യുമ്പോൾ ബാറ്ററി നന്നായി ഡ്രെയിൻ ആവുന്നുണ്ട്. പിന്നെ നമുക്ക് സാംസങ് പേ അവൈലബിൾ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടകളിൽ പോകുമ്പോൾ ജസ്റ്റ് വാച്ച് ഉപയോഗിച്ചൊന്ന് ടാപ്പ് ചെയ്താൽ മാത്രം മതി. നമ്മളെ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയിക്കോളും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വോയിസ് കോൾസ് ചെയ്യാനും അല്ലെങ്കിൽ വോയിസ് കോൾസ് റിസീവ് ചെയ്യാനും അല്ലെങ്കിൽ
ഡെയിലി ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യാനും സാംസങ് ഹെൽത്ത് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിൽ നമ്മളുടെ ഡെയിലി ആക്റ്റീവ് കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാനും ഭയങ്കര എളുപ്പമായിരിക്കും. ഓട്ടോമാറ്റിക്കലി സിങ്ക്ഡ് ആണ് എല്ലാതും. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പോക്കറ്റിലുള്ള മൊബൈൽ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ജോബ് തന്നെയാണ്. അപ്പോൾ അതിന് പകരം നമ്മളുടെ വാച്ചിൽ തന്നെ നമുക്ക് എല്ലാ മെസ്സേജും നോട്ടിഫിക്കേഷൻസും എല്ലാം തന്നെ റിസീവ് ചെയ്യാം. അതുപോലെ തന്നെ ക്ലൈമറ്റ് അപ്ഡേറ്റ്സ്, ഇതുപോലെ കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഗൊറില്ല ഗ്ലാസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 1.1 ഇഞ്ച് സ്ക്രീൻ നമുക്ക് കിട്ടുന്നുണ്ട്. അത് AMOLED LED സ്ക്രീനാണ്. പിന്നെ അതുപോലെ ഫുൾ കളർ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, അങ്ങനത്തെ ഒരു ഫീച്ചേഴ്സ് നമുക്ക് ഈ സാംസങ് ആക്റ്റീവ് വാച്ച് നൽകുന്നുണ്ട്. പിന്നെ ബാറ്ററി ഭയങ്കര കുറവാണ്. പൊതുവെ 230 mAh ആണ് ബാറ്ററി അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, GPS എല്ലാം ടേൺ ഓഫ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 8 hours മുകളിൽ നമുക്ക് ചാർജ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ വയർലെസ് ഫാസ്റ്റ് ചാർജിങ് എന്നുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 GB നമുക്ക് കിട്ടുന്നുണ്ട്. പ്ലസ് 0.75 GB നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു എല്ലാ കാര്യങ്ങളും ഇതിൽ ഈ ഒരു വാച്ചിൽ എംബഡഡ് ആണ്. ഫോണിൻ്റെ ഒരു ബേസിക് യൂസേജ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഫോൺ ഉപയോഗിക്കാതെ തന്നെ വാച്ചിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ എംബഡഡ് ആണ്. പിന്നെ സെൻസേഴ്സിൻ്റെ കാര്യത്തിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ആക്സിലറോമീറ്റർ ഉണ്ട്, ബാരോമീറ്റർ ഉണ്ട്, ഗൈറോ സെൻസർ ഉണ്ട്, HR സെൻസർ ഉണ്ട്, ലൈറ്റ് സെൻസർ ഉണ്ട്. അപ്പോൾ ഈ ഇത്രയും സെൻസർ ഉള്ളത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് ഒരു ഫോണിൻ്റെ ബേസിക് ഫങ്ഷനാലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഹെൽത്ത് മോണിറ്റർ ചെയ്യുക. ഈ iWatchലുള്ള ECG മോണിറ്ററിങ് ഒഴികെ ഉള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് വാച്ചിൽ സാംസങ് ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ഹാർട്ട് ബീറ്റ് സെൻസ് ചെയ്യുന്നത് ഒരു വലിയൊരു ഫീച്ചർ തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഹാർട്ട് ബീറ്റ് സെൻസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു വാച്ചിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 ആണ്. അപ്പോൾ നിങ്ങൾ ആമസോൺ വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 20,000 കിട്ടും. അപ്പോൾ ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് അവിടെ ചെക്ക് ചെയ്യാം. പിന്നെ അതുപോലെ ഈ വാച്ചിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് നമുക്കൊരു HR സെൻസർ കിട്ടുന്നുണ്ട്. ഇത് ആണ് ഹാർട്ട് ബീറ്റ് സെൻസർ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. നമുക്കൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വെള്ളത്തിൽ യൂസ് ചെയ്യാം, സ്വിം ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ ഒരു നല്ലൊരു സ്മാർട്ട് വാച്ച് തന്നെ എന്ന് പറയാം. ഇപ്പോൾ നമ്മളൊരു ഈ വാച്ച് മേടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമുക്കൊരു സ്ട്രാപ്പ് കിട്ടും, ഒരു വയർലെസ് ചാർജർ കിട്ടും, ഒരു ലാർജ് സ്ട്രാപ്പ് കിട്ടും, പിന്നെ ഒരു സ്റ്റാർട്ടർ ഗൈഡ്, നമ്മളൊരു എന്താ പറയുക വയർലെസ് ചാർജറും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടും. അപ്പോൾ പൊതുവേ നമ്മളൊരു വാച്ച് കമ്പാരിസൺ എടുത്തു കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും, ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും നല്ലൊരു സ്മാർട്ട് വാച്ച് എന്ന് തന്നെ പറയാം. ഒരു iWatchനെ കയറ്റിയുള്ള ഒരു കോമ്പറ്റീറ്റർ തന്നെയെന്ന് പറയാം. ഇപ്പോൾ ഫോസിലിൻ്റെ സ്മാർട്ട് വാച്ച് എടുത്തു കഴിഞ്ഞ് ഫോസിൽ അത് ഗൂഗിൾ ബൈ ചെയ്തു. ഇനിയിപ്പോൾ ഒരു അപ്ഡേറ്റ് വരണമെങ്കിൽ ഗൂഗിൾ ഒരു പുതിയ സ്മാർട്ട് വാച്ച് അവരെ റീബ്രാൻഡ് ചെയ്ത് അവരെ നെയിമിൽ കൊണ്ടുവന്നാലാണ് വേറൊരു കോമ്പറ്റീറ്റർ വരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു മാർക്കറ്റിലുള്ള ഒരു കോമ്പറ്റീറ്റർ വെച്ച് iWatchും സാംസങ് ആക്റ്റീവ് വാച്ചും നല്ലൊരു കോമ്പറ്റീറ്ററാണ്. നല്ലൊരു ബഡ്ജറ്റ് സ്മാർട്ട് വാച്ച് തന്നെയാണ് സാംസങ് ആക്റ്റീവ് വാച്ച്. സോ നിങ്ങൾക്ക് ലിങ്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ആമസോണിലേക്ക് റീഡയറക്റ്റ് ചെയ്യും, നിങ്ങൾക്ക് അവിടെ തന്നെ പർച്ചേസ് ചെയ്യാം. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു. കൂടുതൽ വീഡിയോ ഇതുപോലെ വേണമെങ്കിൽ നല്ലൊരു ഫീച്ചേഴ്സായിട്ട് ഒരു എക്സ്ട്രാ ഒരു ഷോ ഓഫ് ഒന്നും ഇല്ലാതെ ഒരു നല്ലൊരു ടെക്കി അൺബോക്സിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ. അതുപോലെ തന്നെ പ്ലീസ് സപ്പോർട്ട് us.